തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് LDFിൻ്റെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ചാഴികാടൻ തന്നെ നമുക്കിപ്പോൾ ചേരുകയാണ്. നമസ്കാരമുണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പിന് മുന്നേ ജയപരാജയങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ സ്ഥാനാർത്ഥികൾ മടിയും. ഇപ്പോൾ അങ്ങയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചോ അതോ കുറഞ്ഞോ? ആത്മവിശ്വാസത്തിന് എനിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിലും. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ ഇന്നലെ പോളിംഗ് പൂർത്തിയാകുന്നിടം വരെ എൻ്റെ ആത്മവിശ്വാസം ഓരോ ഘട്ടത്തിലും വർദ്ധിച്ചു വന്നതേ ഉള്ളൂ. ഇന്നലെ പോളിംഗ് ദിവസം 7 അസംബ്ലി സെഗ്മെൻറ്റുള്ള 7 ഞാൻ പോവുകയുണ്ടായി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. വിജയം എൻ്റേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇന്നലെ കിട്ടിയ പ്രതികരണങ്ങൾ. പൊതുവേ പോളിംഗ് ശതമാനം കുറഞ്ഞു. പ്രത്യേകിച്ച് പുതുപ്പള്ളിയിൽ കടുത്തുരുത്തി കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം കൂടിയാണ്. ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആശങ്കയ്ക്ക് വക നൽകുന്നുണ്ടോ? ഒരു കാരണവശാലും പോളിംഗ് ശതമാനം കുറഞ്ഞത് ആശങ്കാജനകമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ LDFിന് കിട്ടേണ്ട വോട്ടുകളെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി കണക്കുള്ളവരാണ്. അവർക്ക് കൃത്യമായിട്ട് അറിവുള്ളവരാണ്. ആ ഓരോ വോട്ടും തെരഞ്ഞു പിടിച്ച് അവർ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട് എന്ന് ഇന്നലത്തെ എൻ്റെ ബൂത്ത് സന്ദർശനങ്ങളിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വൈകുന്നേരമായപ്പോഴേക്കും LDFിന് കിട്ടേണ്ട ഒരു വോട്ട് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് വസ്തുതയാണ്. മറിച്ച് മറുഭാഗത്ത് ലഭിക്കേണ്ട വോട്ടുകൾ പലതും ചെയ്യപ്പെട്ടിട്ടില്ല. അത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ UDF ക്യാമ്പ് നിർജ്ജീവമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിർജ്ജീവമാവാനുള്ള കാരണം എന്താണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമതായിട്ട് സംഘടനാ സംവിധാനത്തിൽ കേരള കോൺഗ്രസ് എമ്മും LDFും വളരെ കൃത്യതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മറുഭാഗത്ത് അത്തരമൊരു കൃത്യത പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് മറ്റാർക്കോ വേണ്ടിയിട്ട് നടക്കേണ്ട ബാധ്യത ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ നടത്തിയ ഒരു പ്രവർത്തന രീതിയായിരുന്നു കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ പല ബൂത്തുകളിലും ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ പോലും കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറുഭാഗത്ത്. അതാണ് യഥാർത്ഥത്തിൽ നിർജ്ജീവമായത്, അല്ലെങ്കിൽ ഒരു നിസ്സംഗത ഉണ്ടാകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഒരു ബൂത്തിലും വോട്ട് ചെയ്യാൻ വരാത്ത വോട്ടർമാരെ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാനുള്ളൊരു പരിശ്രമം മറുഭാഗത്ത് നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വളരെ വിജിലൻ്റായി, വളരെ കൃത്യതയോടുകൂടി ഏതൊക്കെ വോട്ടുകളാണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ വോട്ടുകളാണ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കി അവർ വീടാന്തരം കയറിയിറങ്ങി ആ വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടത്തി. അങ്ങനെ മുഴുവൻ വോട്ടുകളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഒരിക്കലും കണക്കുകൾ അങ്ങനെ എണ്ണത്തിൽ പറയാറില്ല. എൻ്റെ വിശ്വാസം മുഴുവൻ ജനങ്ങളിലാണ്. ജനങ്ങൾ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഇനിയുമുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. ആ ആത്മവിശ്വാസം എന്നെ വിജയിപ്പിക്കും. ജനങ്ങളാണ് വിജയിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ചാഴികാടൻ. കോട്ടയത്ത് വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നത്. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.